പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ വരുന്ന +1 സോഷ്യോളജി പബ്ലിക് എക്സാമിന് 100% ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഉദാഹരണ സഹിതമാണ് നമ്മൾ വിവരിക്കുന്നത്. 100% ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്തു വരുന്ന ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ മതി, എന്നാൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും ഒരു A+ കിട്ടും. 2 പാർട്ടായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യത്തെ പാർട്ടിൽ നമ്മുടെ ഫസ്റ്റത്തെ 5 ചാപ്റ്ററും രണ്ടാമത്തെ പാർട്ടിൽ 6 മുതൽ 10 വരെയുള്ള ചാപ്റ്റേഴ്സുമാണ്. അപ്പോൾ ഞാൻ പറയുന്ന ഈ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ട് പോയി എക്സാം എഴുതാനുള്ള ശ്രമം നടത്തുക. ഏതൊരു കുട്ടിക്കും വളരെ ഈസി ആയിട്ട് ഒരു A+ സ്കോർ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ സോഷ്യോളജി പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ടെക്സ്റ്റിൻ്റെ ബേസിലാണ്. എല്ലാ ചാപ്റ്റേഴ്സും ഫസ്റ്റ് ടെക്സ്റ്റ് ഒന്ന് വായിക്കുക, എന്നിട്ട് ഞാൻ പറയുന്ന ഈ ചോദ്യങ്ങളും അതിന് ഉത്തരങ്ങളും പഠിച്ചു വെക്കുക. എന്നാൽ നിങ്ങൾക്ക് നല്ല ഒരു മാർക്ക് കിട്ടും. ഒരിക്കലും ബൈഹാർട്ട് ചെയ്യാനുള്ള ശ്രമം നിങ്ങൾ നടത്തരുത്. ഓരോ കോൺസെപ്റ്റും മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, പഠിക്കാനുള്ള ശ്രമം നടത്തുക. അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയെന്നുള്ളത് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ സോഷ്യോളജി ആൻഡ് സൊസൈറ്റി. അതിൽ നിന്ന് 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്, എന്താണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സാമൂഹ്യശാസ്ത്രമായുള്ള ഭാവന എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളത് ആദ്യം ആരാണ് ഈ ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചത് എന്ന് എഴുതണം. അതായത് C.W. മിൽസ് ആണ്. ഇനി എന്താണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ വ്യക്തിപരവും സാമൂഹികവുമായുള്ള പ്രശ്നങ്ങൾ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് പ്രതിപാദിക്കുന്ന ഒരു ആശയമാണിത്. ഇത് വ്യക്തമായിട്ട് നിങ്ങളോട് എഴുതണം. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്, സോഷ്യോളജിയുടെ നിർമ്മിതിയിലേക്ക് പ്രധാനമായിട്ടും പങ്കുവഹിച്ചിട്ടുള്ള ഭൗതികമായിട്ടുള്ള ആശയങ്ങൾ ഏതൊക്കെയാണെന്നും ചോദിക്കും. അതേപോലെ തന്നെ ഭൗതികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും ചോദിക്കും. അപ്പോൾ ആശയങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും 2 ആശയങ്ങളാണ് സോഷ്യോളജിയുടെ ഉത്ഭവത്തിലേക്ക് കാരണമായിട്ടുള്ളത്. ഒന്ന് എവല്യൂഷണറി തിയറീസാണ്, അതായത് പരിണാമ സിദ്ധാന്തങ്ങൾ. അപ്പോൾ നിങ്ങളവിടെ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതെങ്ങനെ ഒരു ജൈവവസ്തു ഒരു സമൂഹവുമായിട്ട് എങ്ങനെയാണ് താരതമ്യപ്പെട്ട് കിടക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളവിടെ എഴുതി വെക്കണം. ദെൻ മറ്റൊരു റീസണാണ് ജ്ഞാനോദയം. അത് നിങ്ങളവിടെ എഴുതി വെക്കണം. 17th and 18th നൂറ്റാണ്ടിൽ യൂറോപ്പിലുണ്ടായിട്ടുള്ള ദാർശനികമായിട്ടുള്ളൊരു പ്രസ്ഥാനമാണ് ജ്ഞാനോദയം. ഈ കാര്യങ്ങളൊക്കെ അവിടെ വ്യക്തമായിട്ട് എഴുതി വെക്കണം. ഇനി ഭൗതിക പ്രശ്നങ്ങളാണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ അവിടെ പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. ഒന്ന് ക്യാപിറ്റലിസം, അതായത് മുതലാളിത്തം. മറ്റൊന്ന് ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യാവസായികവൽക്കരണം. ദെൻ മൂന്നാമതായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് സ്കോപ്പ് ഓഫ് സോഷ്യോളജി. സോഷ്യോളജിയുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ 2 രീതിയിൽ ചോദിക്കാം. ഒന്ന് സ്കോപ്പ് ആൻഡ് യൂസ് ഓഫ് സോഷ്യോളജി എന്നുള്ളൊരു ചോദ്യം വരാം. അതായത് യൂസാണ് പ്രധാനമായിട്ടും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. യൂസ് ഓഫ് സോഷ്യോളജിയിൽ പ്രധാനമായിട്ടും നമ്മൾ വിശദീകരിക്കേണ്ടത് വ്യക്തികൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തെയാണ് സോഷ്യോളജി വിശകലനം ചെയ്യുന്നത്. ദെൻ അതേപോലെ തന്നെ ഒരു ദേശീയമായിട്ടുള്ള പ്രശ്നങ്ങളെ ഇത് പഠന വിധേയമാക്കുന്നു. ദെൻ ഒരു ഗ്ലോബലായിട്ടുള്ള ഒരു പ്രോസസ്സ്, ഒരു ആഗോള പ്രക്രിയകളെ ഇതെന്ത് ചെയ്യുന്നു, കൈകാര്യം ചെയ്യുന്നു. ഇങ്ങനത്തെ സോഷ്യോളജി ആയിട്ടുള്ള ഒരുപാട് കൈകാര്യം ചെയ്യുന്ന മേഖലകൾ നമ്മൾ എഴുതി വെക്കണം. പിന്നെ അതിന് ജോലിപരമായുള്ള സാധ്യതകളും നിങ്ങളവിടെ വിശദീകരിച്ച് വെക്കണം. ദെൻ വളരെ ഷുവറായിട്ടൊരു 100% ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി ടു അതർ സോഷ്യൽ സയൻസസ്. മറ്റു സാമൂഹിക ശാസ്ത്രങ്ങളുമായിട്ട് സോഷ്യോളജിയുടെ പങ്ക് വിശദീകരിക്കാൻ. ഇത് ഒരു പക്ഷേ ചിലപ്പോൾ എല്ലാ സബ്ജക്റ്റുകളുടെയും പങ്ക് ചോദിക്കാം. അതായത് 5 സബ്ജക്റ്റാണ് പ്രധാനമായിട്ടും: എക്കണോമിക്സ്, ഹിസ്റ്ററി, പൊളിറ്റിക്സ്, ആന്ത്രപ്പോളജി, സൈക്കോളജി. അപ്പോൾ ഈ 5 ചോദിക്കാനുള്ള ഒരു എസ്സേ വരും, പക്ഷേ അത് വളരെ ചാൻസ് കുറവാണ്. എന്തായാലും ഏതെങ്കിലും 1-2 സബ്ജക്റ്റായിട്ടുള്ള താരതമ്യമോ അല്ലെങ്കിൽ സാമ്യതയോ ചോദിക്കാം. കൂടുതൽ വർഷങ്ങളും ചോദിച്ചു കണ്ടിട്ടുള്ളത് ആന്ത്രപ്പോളജിയും സോഷ്യോളജിയും തമ്മിലോ അല്ലെങ്കിൽ സൈക്കോളജിയും സോഷ്യോളജിയും തമ്മിലോ ഉള്ളതാണ്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഞാൻ വിശദീകരിച്ചു തരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ആന്ത്രപ്പോളജിയും സോഷ്യോളജിയും തമ്മിലുള്ള ബന്ധവും വ്യത്യാസവും വിശദീകരിക്കാൻ വേണ്ടി എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് ആന്ത്രപ്പോളജി, ഇറ്റ്സ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്. അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം അത് തമ്മിലൊരു ബന്ധം നിങ്ങൾ അത് എഴുതി വെക്കണം. അതായത് നമ്മുടെ മനുഷ്യൻ്റെ ലളിതമായുള്ള സമൂഹത്തെക്കുറിച്ചുള്ള ഒരു പഠന സമ്പ്രദായമാണ് ശരിക്കും നരാംശാസ്ത്രം, ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞാൽ. ഈ 2 വിഷയങ്ങളും തമ്മിൽ ഗവേഷണ രീതികളും സമ്പ്രദായങ്ങളും തമ്മിൽ പരസ്പരം കൈമാറുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ സിമിലാരിറ്റിയോട് ഉദ്ദേശിക്കുന്നത്. ഇനി ഡിഫറൻസസ് എപ്പോൾ എഴുതുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, 2 കോളമാക്കിയിട്ട് എഴുതണം. അത് ഏത് ഡിഫറൻസ് ആവട്ടെ, ഏത് ക്വസ്റ്റ്യൻ ആവട്ടെ. ഇവിടെ നമ്മൾ ഒരു സൈഡിൽ ആന്ത്രപ്പോളജി ചെയ്യുന്നു, മറ്റേ സൈഡിൽ സോഷ്യോളജി ചെയ്യുന്നു. എന്നിട്ട് ആന്ത്രപ്പോളജിൻ്റെ താഴെ ഫസ്റ്റ് പോയിന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രാകൃത സമൂഹങ്ങളിൽ നിന്നും ലളിതമായ സമൂഹങ്ങളിൽ നിന്ന് പഠന വിധേയമാക്കുന്ന ഒരു സബ്ജക്റ്റാണ് എന്ത്
ആന്ത്രപ്പോളജി. അതേസമയം നമ്മൾ സോഷ്യോളജിൻ്റെ സൈഡിൽ എന്ത് ചെയ്യണം, സമകാലിക സമൂഹത്തെക്കുറിച്ച് ഇത് പഠിക്കുന്നു. ദെൻ വീണ്ടും ആന്ത്രപ്പോളജിൻ്റെ സൈഡിൽ പ്രാദേശിക അടിസ്ഥാനമാക്കിയുള്ള ഒരു പഠനമാണ് സോഷ്യോളജിൻ്റെ സൈഡിൽ സങ്കീർണമായ സാമൂഹിക പഠനത്തെ വിധേയമാക്കുന്നു. ഇനി ആന്ത്രപ്പോളജിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ഫീൽഡ് വർക്ക്, എത്നോഗ്രഫിക്, ഇതൊക്കെയാണ് ഇതിൻ്റെ സ്റ്റഡി രീതികൾ, പഠന മാർഗ്ഗങ്ങൾ. ദെൻ അത് സോഷ്യോളജിയുടെ പഠന മാർഗ്ഗങ്ങളിലേക്ക് വരുമ്പോൾ സർവേ, ചോദ്യാവലി, ഇങ്ങനെ 2 കോളമാക്കിയിട്ട് എഴുതണം. ഇതാണ് ഈ ഒരു ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. ഇനി ഇതിന് പുറമെ ചിലപ്പോൾ ഈ 2 സബ്ജക്റ്റുകൾ കൂടി ഉണ്ടായിട്ടുള്ള സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിക്കും. ഇപ്പോൾ സോഷ്യോളജി ആന്ത്രപ്പോളജി കൂടിയുള്ള സബ്ജക്റ്റ് ഏതാ, സോഷ്യൽ ആന്ത്രപ്പോളജി, അങ്ങനെ 1 മാർക്കിന് ചോദിക്കാം. പിന്നെ സോഷ്യോളജി ആന്ത്രപ്പോളജിയും തമ്മിൽ ട്വിൻ സിസ്റ്റേഴ്സ്, ഇരട്ട സഹോദരിമാരാണെന്ന് പറഞ്ഞ സോഷ്യോളജിസ്റ്റിൻ്റെ പേരെന്താണ്, എൽ കോർബറാണ്. അത് ഒരു ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ദെൻ ചിലപ്പോൾ സോഷ്യോളജിയുടെ പിതാവ് ആരെന്നും ചോദിക്കാം കേട്ടോ, അഗസ്റ്റേ കോംറ്റിയാണ്, അത് മറക്കരുത്. എസ്സേയും ഷോർട്ട് എസ്സേകളും 1 വേർഡൊക്കെ വരുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഒന്നാമത്തെ ചാപ്റ്റർ. അപ്പോൾ അത് നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ 2ാമത്തെ ചാപ്റ്ററാണ് ടേംസ്, കോൺസെപ്റ്റ് ആൻഡ് ദെയർ യൂസ് ഇൻ സോഷ്യോളജി. പദങ്ങളും സങ്കല്പങ്ങളും സമൂഹശാസ്ത്രത്തിൽ അവയുടെ ഉപയോഗങ്ങളും. ഈ ഒരു ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് പഠിക്കാൻ അത്ര തന്നെ ഒരു എന്താ പറയുക ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നിങ്ങൾ ലൈഫിൽ ഇനി മുന്നോട്ട് സോഷ്യോളജി പഠിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ സോഷ്യോളജി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് സബ്ജക്റ്റ് പഠിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ചാപ്റ്റർ അറിയാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഷ്യോളജിയിൽ കുറേ കോൺസെപ്റ്റുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ നിന്ന് പ്രധാനമായിട്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്? സാമൂഹിക ഗ്രൂപ്പിൻ്റെ സവിശേഷതകൾ ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും 6 സവിശേഷതകളാണ്. ഇത് ചിലപ്പോൾ ഒരു എസ്സേ ചോദിക്കാനാണ് ചാൻസ്, ഇല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ചോദിക്കും. അപ്പോൾ ഇത് ഓരോന്നും നമ്മൾ എഴുതിയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യണം. അതായത് നിരന്തരമായുള്ള പരസ്പര പ്രവർത്തനത്തിൻ്റെ ഒരു സുസ്ഥിര മാതൃക, സംഘബോധം, പൊതു താല്പര്യം, പൊതുവായിട്ടുള്ള വഴക്കങ്ങളും മൂല്യങ്ങളും, ഒരു നിശ്ചിത ഘടന. ഇത്രയുമാണ് ഒരു സോഷ്യൽ ഗ്രൂപ്പിൻ്റെ സവിശേഷത. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം. ഇത് കൂടാതെ ചിലപ്പോൾ 2 മാർക്കിന് എന്താണ് സോഷ്യൽ ഗ്രൂപ്പ് എന്ന് ചോദിക്കട്ടോ. സാമൂഹിക സംഘം എന്നാൽ എന്തെന്ന് ചിലപ്പോൾ ഒരു പക്ഷേ ചോദിക്കാം. എന്താണ് സാമൂഹിക സംഘം എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൽ പൊതു താല്പര്യവും അതേപോലെ തന്നെ സംസ്കാരവും മൂല്യങ്ങളും വഴക്കങ്ങളും പങ്കുവെക്കുന്ന തുടർച്ചയായ പരസ്പര പ്രവർത്തനം നടത്തുന്ന വ്യക്തികളുടെ ഒരു കൂട്ടമാണ് സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ. ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, ഒരു കൂട്ടം വ്യക്തികളാണ് അവിടെ, അവർ പരസ്പരം കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു. അത്ര ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്, എന്താണ് കോഹസി ഗ്രൂപ്പ്? അർദ്ധസംഘങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഒരു 2 മാർക്കിനൊക്കെ ഇത് വരുന്നുണ്ടാവുക. അതായത് ഒരു ഘടനയോ എന്താ പറയുക ഒരു സംഘടനയോ ഇല്ലാത്ത കുറച്ച് സംഘങ്ങളാണ്, ഒരു ഗ്രൂപ്പുകളാണ് അർദ്ധസംഘം എന്നുള്ളത് നമ്മളുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ആൾക്കൂട്ടമൊക്കെ നമുക്ക് അതിനൊരു എക്സാമ്പിളായിട്ട് എഴുതാം. ചിലപ്പോൾ എക്സാമ്പിൾസ് തന്നിട്ട് ഇത് ഏത് തരം ഗ്രൂപ്പുകൾക്ക് ഉദാഹരണമാണെന്ന് ചോദിക്കാം. ദെൻ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ്. ചിലപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കുക, എന്താണ് പ്രൈമറി ഗ്രൂപ്പും സെക്കൻഡറി ഗ്രൂപ്പും തമ്മിലുള്ള വ്യത്യാസം? അതായത് പ്രാഥമിക സംഘവും ദ്വിതീയ സംഘവും. പ്രാഥമിക സംഘം എന്ന് പറഞ്ഞാൽ എന്താ, ചെറുതാണ്, അവർ വൈകാരികമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കും, മുഖാമുഖ ബന്ധമുള്ളവരായിരിക്കും, ഒരു സഹകരണമൊക്കെ ഉണ്ടാകുന്നൊരു ഗ്രൂപ്പാണ്. ഫോർ എക്സാമ്പിൾ ഗ്രൂപ്പ്, അതേപോലെ തന്നെ നമ്മുടെ ഗ്രാമങ്ങൾ, ദെൻ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ. ഇനി ദ്വിതീയ ഗ്രൂപ്പ്, അതായത് സെക്കൻഡറി എന്ന് പറഞ്ഞാൽ എന്താണ്, താരതമ്യേന അത് വലുപ്പമുണ്ടാവും, ഔപചാരിക ബന്ധങ്ങളായിരിക്കും, ഫോമലായിരിക്കും. ഓക്കെ, നമ്മുടെ സ്കൂൾ, അതേപോലെ തന്നെ സർക്കാർ ഓഫീസുകൾ, ഹോസ്പിറ്റൽ, എന്താ പറയുക സ്റ്റുഡൻസ് യൂണിയൻ, ഇതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ അതിന് പ്രതീക്ഷിക്കണം. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് റഫറൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും. സൂചിത ഗണം എന്നാണ് ഇതിൻ്റെ മലയാളം. റഫറൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും എന്താണ്, സംഘത്തിലെ ചില അംഗങ്ങൾ മറ്റു സംഘങ്ങളെ അനുകരിക്കുകയും അവരെ മാതൃകയാക്കാനും ശ്രമിക്കുന്നു. ഇത്തരം ഗ്രൂപ്പുകളെയാണ് നമ്മൾ സൂചിത സംഘങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളെ റഫർ ചെയ്യുക, അയാളെ ഫോളോ ചെയ്ത് ജീവിക്കുക, അത്തരത്തിലുള്ള ഗ്രൂപ്പാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ വെരി വെരി ഷുവർ ഒരു ക്വസ്റ്റ്യൻ 100% നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് കാസ്റ്റ് ആൻഡ് ക്ലാസ്, ജാതിയും വർഗവും. അപ്പോൾ ജാതിയും വർഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ് പ്രധാനമായിട്ടും ചോദിക്കുക. ഇത് ഒരു 4 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനോ ഒക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 2 കോളങ്ങളായിട്ട് എഴുതണം. ഒരു സൈഡിൽ ജാതിയും ഒരു സൈഡിലും വർഗവും. ജാതിയിൽ എന്ന് പറയുമ്പോൾ ജാതിയിൽ എന്തൊക്കെ പോയിന്റുകൾ വരും? ജാതിയുടെ അടിസ്ഥാനം ജനനമാണ്, അതൊരു അടഞ്ഞ വ്യവസ്ഥയാണ്, മതത്തിൻ്റെ ഒരു അംഗീകാരമുണ്ട്. പ്രധാനമായിട്ടും ജാതി കണ്ടുവരുന്നത് ഇന്ത്യയിലാണ്. ഇനി വർഗത്തിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം സാമ്പത്തികമാണ്, ഒരു തുറന്ന വ്യവസ്ഥയാണ്, ആർക്കും എപ്പോഴും ഏത് ഗ്രൂപ്പുമായി മാറാം.
അതിന് മതത്തിൻ്റെ നിയമത്തിൻ്റെ ഒരു അംഗീകാരമൊന്നുമില്ല. ലോകത്ത് എല്ലായിടത്തും എന്ത് കാണാം? വർഗം കാണാം. അതൊരു സാർവത്രികമാണ്. അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ദെൻ വളരെ പ്രധാനമായിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് ഹിസ്റ്റോറിക്കൽ ഫോർ ബേസിക് സിസ്റ്റം ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ ഇൻ ദ സൊസൈറ്റി. അതായത് സാമൂഹിക ശ്രേണീകരണത്തിൻ്റെ 4 രൂപങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ചരിത്രപരമായി നിലനിൽക്കുന്ന 4 രൂപങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൽ നമ്മൾ പ്രധാനമായിട്ടും 4 രീതിയിലാണ് നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. ആ രൂപങ്ങൾ ഏതൊക്കെയാണ്? 1 അടിമത്തമാണ്, ദെൻ 2ാമത്തെ എസ്റ്റേറ്റാണ്, 3 ജാതി, 4 വർഗം. ഇതൊക്കെ എന്ത് ചെയ്യണം? അവിടെ എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം. പിന്നെ ഇത് കൂടാതെ ഈ ചാപ്റ്ററിൽ നിന്ന് 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ് വാട്ട് യു മീൻ ബൈ സ്റ്റാറ്റസ്. പദവി എന്ന് പറഞ്ഞാൽ എന്താണ് പദവി എന്ന് പറഞ്ഞാൽ? സമൂഹത്തിലെ സംഘത്തിലെയോ ഒരു വ്യക്തിക്കുള്ള സ്ഥാനത്തെയാണ് പദവി എന്ന് പറയുന്നത്. പിന്നെ അത് കൂടാതെ പദവി കൂട്ടം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കാം. പദവി ക്രമം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കാം. പദവി കൂട്ടം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആധുനിക സമൂഹത്തിൽ ഒരു വ്യക്തി അനേകം പദവികൾ വഹിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പദവി കൂട്ടം എന്ന് പറയുന്നത്. അതായത് ഒരാൾ ഒരേ സമയത്ത് വീട്ടമ്മയാണ്, അതേ സമയത്ത് അയാൾ ഒരു ടീച്ചറാണെങ്കിൽ അതിനെ നമുക്ക് പദവി കൂട്ടങ്ങൾ വരാം. പദവി ക്രമം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വ്യക്തി അയാളുടെ ജീവിതചക്രത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങൾ വ്യത്യസ്ത പദവികൾ ആർജിക്കുന്നു. ഇപ്പോൾ ചിലപ്പോൾ ഒരു ഘട്ടത്തിൽ അയാൾ എന്തായിരിക്കും? സ്റ്റുഡൻ്റ് ആയിരിക്കും. ജോലി കിട്ടുമ്പോൾ അയാളുടെ സ്റ്റാറ്റസ് മാറും, അയാൾ ജോലിയുള്ള ആളായി. അങ്ങനെ ആ ഒരു ക്രമം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ പദവി ക്രമം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ 100% പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. എന്താണ് അച്ചീവ്ഡ് സ്റ്റാറ്റസ്, അതേപോലെ തന്നെ എന്താണ് പിന്നെ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ആൻഡ് അച്ചീവ്ഡ് സ്റ്റാറ്റസ്. ആരോപിത പദവിയും ആർജിത പദവിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ആരോപിത പദവി എന്ന് പറഞ്ഞാൽ? ഒരു വ്യക്തിക്ക് ജന്മം കൊണ്ട് അല്ലെങ്കിൽ അയാൾ മനഃപൂർവ്വമല്ലാത്ത സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന പദവിയാണ്. ഫോർ എക്സാമ്പിൾ ജാതി, അത് അയാൾ ജനിക്കുമ്പോൾ ആ ജാതിയിലായി മാറുന്നതാണ്. അല്ലെങ്കിൽ കളർ, അത് ആ ജനിക്കുന്നതോടുകൂടി വരുന്നതാണ്. ഇനി ആർജിത പദവി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി നേടിയെടുക്കുന്നതാണ്. അയാളുടെ കഴിവുകൾ നേട്ടങ്ങളൊക്കെ വെച്ചിട്ട് അയാൾ നേടിയെടുക്കുന്നതിനാണ് എന്ത് പറയുന്നത്? നമ്മൾ ആർജിത പദവി. ഇപ്പോൾ ഒരു ജോലി, അതൊക്കെ അതിന് എക്സാമ്പിളാണ്. പിന്നെ ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് റൂൾ? എന്താണ് പങ്ക്? അതായത് പദവിയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു പെരുമാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പങ്ക് എന്ന് പറയുന്നത്. എന്താണ് റോൾ കോൺഫ്ലിക്റ്റ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. പങ്ക് സംഘർഷം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പദവിയും പങ്കും തമ്മിൽ പലപ്പോഴും പൊരുത്തപ്പെട്ടു പോകില്ല. അതിനെയാണ് നമ്മൾ റോൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മുടെ ചെയ്യുന്ന ജോലിയും അതേപോലെ തന്നെ നമ്മളുടെ സ്റ്റാറ്റസും കൂടി പൊരുത്തപ്പെട്ടു പോകാത്തൊരു അവസ്ഥ. ദെൻ ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് വാട്ട് യു മീൻ ബൈ റോൾ സ്റ്റീരിയോ ടൈപ്പിംഗ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. വർഷങ്ങളിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതായത് സ്ഥിരപ്പെട്ട പങ്കുകൾ എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെ പറഞ്ഞാൽ? സമൂഹത്തിലെ ചില വ്യക്തികൾക്ക് ചില പ്രത്യേക പങ്കുകൾ സ്ഥിരപ്പെടുന്ന പ്രക്രിയയാണ് നമ്മൾ ഈ റോൾ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിന് ചോദിക്കാനുള്ള ചാൻസ് ആണ് വാട്ട് യു മീൻ ബൈ സോഷ്യൽ കൺട്രോൾ. എന്താണ് സാമൂഹിക നിയന്ത്രണം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? സാമൂഹിക നിയന്ത്രണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അച്ചടക്കമില്ലാത്ത സൊസൈറ്റിയിലെ ആളുകളുണ്ടാവും, മെമ്പേഴ്സ് ഉണ്ടാവും. അവരെ നമ്മളുടെ നിയമങ്ങൾക്ക് അനുസരിച്ചിട്ട് ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സമൂഹം ഉപയോഗിക്കുന്ന മാർഗങ്ങളെയാണ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഓർത്തൊക്കെ മാർഗങ്ങളാണ് അച്ചടക്കമില്ലാത്തവരെ അച്ചടക്കങ്ങൾ പഠിപ്പിക്കുന്ന മാർഗങ്ങൾ. ദെൻ ഇത് കൂടാതെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ് ഈ സോഷ്യൽ കൺട്രോൾ പ്രധാനമായിട്ടും 2 രീതിയിലുണ്ട്. അത് വിശദീകരിക്കാൻ വേണ്ടി ചോദിക്കും. ഒന്ന് ഫോമലും ഇൻഫോമലും, അതായത് ഔപചാരികവും അനൗപചാരികവുമായിട്ടുള്ള സാമൂഹിക നിയന്ത്രണങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അവ തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്നുള്ള ചോദിക്കും. അപ്പോൾ ഔപചാരിക സാമൂഹിക നിയന്ത്രണം എന്ന് പറഞ്ഞാൽ എന്താ? അത് ചിട്ടയായിട്ട് ക്രമീകരിക്കപ്പെട്ട ഒരു നിയമാനുസൃതമായിട്ടുള്ള സംഗതികളാണ് നമ്മൾ ഔപചാരികം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ, നമ്മുടെ ഗവൺമെൻറ്, അതൊക്കെയാണ് അതിന് ഉദാഹരണം. ഇനി അനൗപചാരികം എന്ന് പറഞ്ഞാൽ നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് സ്വമേധയെ കിട്ടുന്നതാണ്. അത് വ്യക്തിപരമാണ്, അത് ഇൻഫോമലാണ്. ദെൻ അതേപോലെ തന്നെ അത് ക്രോഡീകരിക്കപ്പെടാത്തതാണ്. ഇപ്പോൾ നമുക്ക് ഫാമിലിയിൽ നിന്ന്, അതേപോലെ തന്നെ മതത്തിൽ നിന്ന്, നമ്മുടെ ബന്ധുത്വത്തിൽ നിന്നൊക്കെ കിട്ടില്ല. അതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾ. ഇത് കൂടാതെ ഒരു ക്വസ്റ്റ്യനും കൂടി ചിലപ്പോൾ നമ്മൾ പഠിച്ചു വെക്കാം, ഒരു പക്ഷേ ചോദിച്ചേക്കാം. എന്താണ് ഡീവിയൻസ് എന്ന് ചോദിക്കും. വ്യതിചലന സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് ഡീവിയൻ്റ് ബിഹേവിയർ. അതായത് സമൂഹത്തിലെ വഴക്കങ്ങളും മൂല്യങ്ങളും അനുസരിക്കാതെയുള്ളൊരു പ്രവർത്തന രീതിയാണ്. അത് അനുസരിപ്പിക്കുന്ന രീതിയാണ് നമ്മൾ സാമൂഹിക നിയന്ത്രണം. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഡീവിയൻസ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്.
ഇത് നമ്മുടെ തേർഡ് ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. താരതമ്യേന മറ്റ് ചാപ്റ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു എളുപ്പമുള്ള ഒരു പാഠഭാഗമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ കൂടിയാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ടും നമുക്ക് പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിവിധ തരം കുടുംബങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ്. ടൈപ്സ് ആൻഡ് ഫോംസ് ഓഫ് ഫാമിലി. ഇത് പ്രധാനമായിട്ടും നമ്മൾ ടൈപ്സ് എഴുതണം, ഫോംസ് എഴുതണം. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടുള്ള കുടുംബങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് 3 തരംതിരിക്കാം ഫാമിലിയെ. അത് ഒന്ന് വാസസ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ, മറ്റൊന്ന് അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ, മറ്റൊന്ന് പാരമ്പര്യം അല്ലെങ്കിൽ പൈതൃകത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ നിങ്ങളത് പഠിച്ചു വെച്ചിട്ടുണ്ടാവും. കാരണം വാസസ്ഥലത്തിൻ്റെ മാട്രി ലോക്കൽ, പാട്രി ലോക്കൽ, ദെൻ അധികാരത്തിൻ്റെ എന്താണ് പിന്നെ മാട്രിയാർക്കൽ, പാട്രിയാർക്കൽ, ദെൻ പൈതൃകത്തിൻ്റെ മാട്രിലീനിയൽ, പാട്രിലീനിയൽ. അപ്പോൾ ഇത് എല്ലാം എന്ത് ചെയ്യണം, അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം. എന്നാൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഫോംസ് ഓഫ് മാരേജ്. വിവാഹത്തിൻ്റെ രീതികൾ ഏതൊക്കെയെന്നുള്ളതാണ്. വിവാഹത്തിൻ്റെ രീതിയിൽ പല രീതിയിലും വിവാഹത്തിനുണ്ട്. ഒന്ന് പങ്കാളികളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിവാഹത്തെ 2 തരംതിരിക്കാം. മോണോഗമി ആൻഡ് പോളിഗമി, അതായത് ഏകവിവാഹവും ബഹുവിവാഹവും. ഈ ബഹുവിവാഹം വീണ്ടും 2 തരംതിരിക്കാം. ബഹുഭാര്യത്വം, ബഹുഭർത്തൃത്വം. പിന്നെ അതുകൂടാതെ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവാഹത്തെ നമുക്ക് 2 തരംതിരിക്കാം. സ്വഗണ വിവാഹവും ബഹിർഗണ വിവാഹവും, എൻഡോഗമി, എക്സോഗമി. അത് ചിലപ്പോൾ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എൻഡോഗമി, എക്സോഗമി എന്ന് ചോദിക്കും, അല്ലെങ്കിൽ റൂൾസ് ഓഫ് മാരേജ് എന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവട്ടെ. അവിടെ പ്രധാനമായിട്ട് എഴുതി വെക്കേണ്ടത് സ്വഗണ വിവാഹവും അതേപോലെ തന്നെ ബഹിർഗണ വിവാഹവുമാണ്. അത് ഓർത്ത് വെക്കുക. ഇനി ഇത് കൂടാതെ ചിലപ്പോൾ സീരിയൽ മോണോഗമി എന്താണെന്ന് ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാം. അനുക്രമ ഏക വിവാഹം എന്താ അങ്ങനെ പറഞ്ഞാൽ, ഒരു പങ്കാളിയുടെ മരണശേഷം, ഇപ്പോൾ ഭാര്യയുടെ ഭർത്താവിൻ്റെയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ മറ്റൊരു കല്യാണം കഴിക്കുമല്ലോ. അപ്പോൾ ഒന്ന് കഴിഞ്ഞ് അടുത്തത് ചെയ്യുന്നു. അതാണ് ഒരു സീരിയൽ, ഒരു പരമ്പര പോലെ. അത് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സീരിയൽ മോണോഗമി എന്ന് പറയുന്നത്. അവിടെ ഒരു സമയത്ത് ഒരു ഭാര്യ മാത്രമേ ഉള്ളൂ. ദെൻ മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ടൈപ്സ് ഓഫ് കിൻഷിപ്പ്. ബന്ധുത്വത്തിൻ്റെ തരങ്ങൾ ഏതൊക്കെയാണ്? അത് ഒന്ന് അഫീനൽ കിൻഷിപ്പാണ്, മറ്റൊന്ന് കോൺസംഗേനിയസ് കിൻഷിപ്പാണ്. എന്താണ് അഫീനൽ കിൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സഹോദര ബന്ധുത്വവും ദെൻ അതേപോലെ തന്നെ വൈവാഹിക ബന്ധുത്വവും. സഹോദര ബന്ധുത്വം എന്ന് പറഞ്ഞാൽ എന്താ, രക്തബന്ധം വഴിയുള്ള ബന്ധുക്കളാണ്. പിന്നെ വൈവാഹിക ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധുക്കളാണ്. ഇതോട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ചിലപ്പോൾ 1 മാർക്കിനും ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരാം. അതായത് ഇപ്പോൾ അമ്മയുടെ സഹോദരൻ ഏത് തരം ബന്ധുത്വത്തിന് ഉദാഹരണമാണ്, അങ്ങനത്തെ ഒരു ചോദ്യം വരാം. അല്ലെങ്കിൽ പിന്നെ എന്ത് വരാം, ഭാര്യയുടെ സഹോദരൻ ഏത് തരം ബന്ധുത്വത്തിന് ഉദാഹരണമാണ്. ഇങ്ങനെ എക്സാമ്പിൾ വെച്ചിട്ടും ചോദ്യങ്ങൾ ചോദിക്കാം. ദെൻ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് റിലീജിയൻ. മതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. അത് പ്രധാനമായിട്ടും മതത്തിൻ്റെ സവിശേഷതകൾ ചോദിക്കാനാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഒരു ഷോർട്ട് എസ്സേ ടൈപ്പിലൊക്കെ ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. അതായത് എന്തൊക്കെയാണ് ഒരു മതത്തിൻ്റെ പൊതുവായുള്ള സവിശേഷതകൾ. പ്രധാനമായിട്ടും മതത്തിന് 3 സവിശേഷതകളാണ്. ഒന്ന് ആദരവ്, ഭയഭക്തി ഉയർത്തുന്ന ഒരു കൂട്ടം ചിഹ്നങ്ങളുണ്ട്. ദെൻ മറ്റൊന്ന് ആചാരങ്ങൾ അഥവാ ചടങ്ങുകളുണ്ട്. ദെൻ വിശ്വാസികളായുള്ള ഒരു കൂട്ടം ആളുകളുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും മതത്തിൻ്റെ ഒരു സവിശേഷതകളെന്ന് പറയുന്നത്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യനാണ് എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കും. വിദ്യാഭ്യാസം, അത് ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷനാണ് പ്രധാനമായിട്ടും ചോദിക്കുക. ഫോമൽ ആൻഡ് ഇൻഫോമൽ, എന്താണ് ഔപചാരിക വിദ്യാഭ്യാസം, എന്താണ് അനൗപചാരിക വിദ്യാഭ്യാസം എന്ന് പറയാൻ എന്തൊക്കെയാണെന്ന് ചോദിക്കും. പിന്നെ ഇവിടെ പ്രതീക്ഷിക്കേണ്ട 2 കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ച് ചിലപ്പോൾ ഒരു ചോദ്യം വന്നേക്കാം. അതായത് ലളിതമായ സമൂഹത്തിൽ എങ്ങനെയാണ് വിദ്യാഭ്യാസ രീതി, ആധുനിക സമൂഹത്തിൽ എങ്ങനെയാണ് വിദ്യാഭ്യാസ രീതി. അപ്പോൾ അത് രണ്ടും തരംതിരിച്ച് എഴുതണം. അതായത് ലളിതമായ സമൂഹത്തിലെ ഒരു അനൗപചാരിക രീതിയാണ്. അവിടെ ആചാരങ്ങളും ജീവിത രീതികളുമാണ് പഠിക്കുന്നത്. പിന്നെ പ്രത്യേകമായിട്ടുള്ള മൂല്യങ്ങളാണ്, അതായത് കുടുംബം, ബന്ധുത്വം, ഗോത്രം, അതേപോലെ തന്നെ നമ്മുടെ മതം, ജാതി, ഇവയൊക്കെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസം. എന്നാൽ ഇന്നത്തെ സമൂഹത്തിൽ ഔപചാരിക വിദ്യാഭ്യാസമാണ്, അതായത് നമ്മുടെ സ്കൂൾ കോളേജ് ബേസ്ഡ് വിദ്യാഭ്യാസമാണ്. പിന്നെ ഒരു സവിശേഷമായുള്ള ഒരു പഠനമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു സാർവത്രികമായുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടാണ് നമ്മൾ ഇന്ന് വിദ്യാഭ്യാസം പ്രാധാന്യം കൊടുക്കുന്നത്. then അതേപോലെ തന്നെ ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ പവർ ആൻഡ് അതോറിറ്റി, അധികാരവും അതേപോലെ തന്നെ ശക്തിയും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയെന്ന് ചോദിക്കും. അപ്പോൾ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റുള്ളവർ എതിർക്കുമ്പോൾ പോലും സ്വന്തം ആഗ്രഹങ്ങൾ നടപ്പിലാക്കാനുള്ള വ്യക്തിയുടെ അല്ലെങ്കിൽ സംഘത്തിൻ്റെ കഴിവിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. അതായത് സ്വന്തം കാര്യം അടിച്ചേൽപ്പിക്കാനുള്ള ഒരു പവറാണ്. അതാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ശക്തി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അധികാരം, അതോറിറ്റി എന്ന് പറയുന്നത് എന്താണ്, നിയമപരമായ രീതിയിലുള്ള ഒരു ശക്തി. അതായത് നിയമം മൂലം നമ്മൾ ഒന്നിൻ്റെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനാണ് നമ്മൾ അധികാരം എന്ന് പറയുന്നത്. ഇത് കൂടാതെ ചിലപ്പോൾ ആധുനിക രാഷ്ട്രത്തിൻ്റെ സവിശേഷതകൾ ഏതൊക്കെയെന്നുള്ളത് ചോദിക്കാം. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് മോഡേൺ സ്റ്റേറ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പ്രധാനമായിട്ടും 3
ഫീച്ചേഴ്സാണ് നമ്മളവിടെ എഴുതേണ്ടത്. 1 പരമാധികാരം, 2 പൗരത്വം, 3 ദേശീയത. ഇതൊക്കെ വിശദീകരിച്ച് വെക്കണം. അപ്പോൾ ഇതൊക്കെയാണ് 3rd ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ദെൻ മാത്രമല്ല നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. ഇനി നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ കൾച്ചർ ആൻഡ് സോഷ്യലൈസേഷൻ. വളരെ ഇൻട്രസ്റ്റിങ്ങും കേട്ടിരിക്കാൻ വളരെ രസവുമുള്ള ഒരു ചാപ്റ്ററാണ്. സംസ്കാരവും സാമൂഹികവൽക്കരണവും. നിങ്ങളിത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ചാപ്റ്ററാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് വരാം. എന്നിരുന്നാലും ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ എല്ലാ വർഷവും ചോദിച്ചു വരുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യനാണ് ഡയമെൻഷൻസ് ഓഫ് കൾച്ചർ. സംസ്കാരത്തിൻ്റെ മാനങ്ങൾ ഉദാഹരണ സഹിതം വിശദീകരിക്കാൻ ചോദിക്കും. എത്ര മാനങ്ങൾ പ്രധാനമായിട്ട് സംസ്കാരത്തിന്? 3 എണ്ണമാണ്. 1 ജ്ഞാനാത്മകം, നൈതികം, ഭൗതികം. എന്താണ് ജ്ഞാനാത്മകം എന്ന് പറഞ്ഞാൽ നാം കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള പ്രക്രിയകൾ അതിന് അർത്ഥം നൽകുന്നതിനെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളൊരു മൊബൈൽ ഫോൺ റിങ് അടിക്കുമ്പോൾ അത് തിരിച്ചറിയുന്നത് അത് നമ്മുടേതാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിക്ചർ കാണുമ്പോൾ അത് ഇന്ന ആളുടേതാണെന്ന് തിരിച്ചറിയുന്ന ആ ഒരു കോൺസെപ്റ്റ്. ഇനി നൈതികം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് പെരുമാറ്റ നിയമങ്ങളെ സൂചിപ്പിക്കുകയാണ്. അതായത് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, ചെയ്യാൻ പാടില്ലാത്തതുണ്ട്. ഇപ്പോൾ ഒരു മരണ വീട്ടിൽ പോയിട്ട് നമുക്ക് ഡാൻസ് ചെയ്യാൻ പറ്റില്ല, അവിടെ പെരുമാറുന്ന ഒരു രീതിയുണ്ട്, അത് അങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ വീട്ടിൽ വേറെ ആർക്കെങ്കിലും വന്ന കത്ത് അത് നമ്മൾ പൊട്ടിച്ച് അല്ലെങ്കിൽ തുറന്ന് നോക്കാതിരിക്കുക. ഇതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഭൗതികം എന്ന് ഉദ്ദേശിക്കുന്നതാണ് ഭൗതിക ഉപാധികൾ ഉപയോഗിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഇന്നത്തെ ആധുനിക ടെക്നോളജി AI നമ്മൾ ഉപയോഗിക്കുന്നു, നമ്മൾ ഇൻ്റർനെറ്റിൽ ചാറ്റ് ചെയ്യുന്നു. ദെൻ അതേപോലെ തന്നെ എന്താണ്, അരിപ്പൊടി കൊണ്ട് തറകളിൽ എന്ത് ചെയ്യുക, കോലം വരയ്ക്കുക. അതൊക്കെയാണ് ഇതിന് എക്സാമ്പിൾ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ ചിലപ്പോൾ 2 മാർക്കിന് എന്താണ് കൾച്ചർ എന്നുള്ളത് ചിലപ്പോൾ ചോദിക്കട്ടോ, സംസ്കാരം എന്താണെന്നുള്ളത് ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പോൾ നിങ്ങളവിടെ എന്ത് ചെയ്യണം, നമ്മുടെ ടൈലറിൻ്റെ ഡെഫിനിഷൻ അവിടെ എഴുതാൻ വേണ്ടി, എഡ്വേർഡ് ടൈലറിൻ്റെ ഡെഫിനിഷൻ എഴുതാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അതായത് എന്താണ്, സമൂഹത്തിലെ ഒരു അംഗം എന്നുള്ള നിലയിൽ മനുഷ്യൻ ആർജിച്ചിട്ടുള്ള അവൻ്റെ അറിവ്, വിശ്വാസങ്ങൾ, കല, ആചാരങ്ങൾ, നിയമങ്ങൾ, മറ്റു അയാളുടെ സ്കിൽസ്, ശീലങ്ങൾ, ഇതിൻ്റെയൊക്കെ ആകെ ഒരു സങ്കീർണമായുള്ള ഒരു തുകക്കാണ് നമ്മൾ സംസ്കാരം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കണം. ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ, വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്തിരുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് എത്തിനോസെൻട്രിസം. അതായത് വംശ കേന്ദ്രോത്മകത എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെ പറഞ്ഞാൽ സംസ്കാരങ്ങൾ തമ്മിൽ ബന്ധപ്പെടുമ്പോൾ മാത്രമാണ് വംശ കേന്ദ്രോത്മകത രൂപപ്പെടുന്നത്. ഒരു സംസ്കാരത്തിലെ ജനങ്ങളുടെ വിശ്വാസങ്ങളെയും പെരുമാറ്റങ്ങളെയും നമ്മൾ എന്ത് ചെയ്യാണ്, സ്വന്തം സംസ്കാരത്തിന് കാഴ്ചപ്പാടിലൂടെ വിലയിരുത്തുന്നതിനെയാണ് എത്നോസെൻട്രിസം എന്ന് പറയുന്നത്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യനാണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോസ്മോപൊളിറ്റനിസം എന്താണെന്ന് ചോദിച്ചേക്കാം. എന്താ കോസ്മോപൊളിറ്റനിസം? സാർവജനീനത എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇത് എന്താണ്, മറ്റു സംസ്കാരങ്ങളുടെ വ്യത്യസ്തതകൾക്ക് വില കൽപ്പിക്കുകയാണ്. അതായത് മറ്റുള്ളവരുടെ ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കൊക്കെ നമുക്ക് വാല്യൂ, നമ്മൾ മൂല്യം കൊടുക്കുകയാണ്. ഓക്കെ, അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് വിലയിരുത്താറില്ല. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് കൂടാതെ ചിലപ്പോൾ ഒരു പക്ഷേ എന്താണ് കൾച്ചറൽ ലാഗ് എന്ന് ചോദിക്കുക, ഒരു റയർ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് സാംസ്കാരിക ചലന മാന്ദ്യം. അതായത് ഭൗതിക സംസ്കാരത്തെ അപേക്ഷിച്ച് ഭൗതിക സംസ്കാരത്തിലെ മാറ്റങ്ങൾ ഒപ്പമെത്താത്ത അവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ മെൻ്റലായിട്ടുള്ള കാര്യങ്ങളും ഒന്നിച്ചു പോകാത്ത ഒരു അവസ്ഥക്കാണ് ഈ കൾച്ചറൽ ലാഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ്. നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. എന്നിരുന്നാലും ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ. ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എസ്ഐ എന്തായാലും ഇത് നിങ്ങൾ പ്രതീക്ഷിക്കണം. ഇത് പഠിക്കാതെ നിങ്ങൾ +1 സോഷ്യോളജി എക്സാം എഴുതരുത് എന്നാണ് ഞാൻ പറയുന്നത്. എന്താണ് സാമൂഹികവൽക്കരണം? സാമൂഹികവൽക്കരണത്തിൻ്റെ ഏജൻസികൾ ഏതൊക്കെയാണ്? അപ്പോൾ എന്താണ് സാമൂഹികവൽക്കരണം എന്നുള്ളത് നിങ്ങളവിടെ വിശദീകരിച്ച് വെക്കണം. ദെൻ അതേപോലെ തന്നെ അതിൻ്റെ ഏജൻസികളും നിങ്ങൾ വിശദീകരിക്കണം. എന്താണ് സാമൂഹികവൽക്കരണം? അതായത് നിസ്സഹായനായ ഒരു കുട്ടി ക്രമേണ സ്വയം ബോധവാനും അറിവുള്ളൊരു വ്യക്തിയുമായിട്ട് ജനിച്ചു വളർന്ന സംസ്കാരത്തിൻ്റെ രീതികളിൽ അയാൾ പഠിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയക്കാണ് ശരിക്കും സോഷ്യലൈസേഷൻ. അതായത് ഒരു സാമൂഹിക ജീവി. നമ്മളൊരു ബയോളജിക്കലായിട്ടാണ് നമ്മൾ ബോൺ ചെയ്യുന്നത്. ജനിച്ചൊരു കുട്ടിക്കൊന്നും അറിയില്ല, അത് ബയോളജിക്കലായിട്ട് ജനിച്ചു വീഴുന്നു. പക്ഷേ അത് ജനിച്ചു വീണ ആ സമൂഹത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അത് വളരും തോറും പഠിച്ചെടുക്കുന്നു. ആ ഒരു പ്രക്രിയയാണ് സാമൂഹികവൽക്കരണം എന്ന് പറഞ്ഞാൽ. സിമ്പിളായിട്ട് പറഞ്ഞാൽ അതാണ്. അതിൻ്റെ ഏജൻസികൾ ഏതൊക്കെയാണ്? 1 കുടുംബമാണ്, മറ്റ് 2 സമപ്രായക്കാരാണ്, 3 എഡ്യൂക്കേഷനാണ്, വിദ്യാഭ്യാസമാണ് അല്ലെങ്കിൽ വിദ്യാലയങ്ങളാണ്, 4 മാസ് മീഡിയയാണ്, ബഹുജന മാധ്യമങ്ങളാണ്, 5 മറ്റ് സാമൂഹികവൽക്കരണ ഏജൻസികൾ. അതായത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം, മതങ്ങൾ, ഇതൊക്കെ ഇതിൽ പെടും.
അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. നിർബന്ധമായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യനും പഠിച്ചിരിക്കണം. നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ റിസർച്ച് മെത്തേഡ്സ് ഇൻ സോഷ്യോളജി, അതായത് സാമൂഹ്യശാസ്ത്ര പഠനം, അതിൻ്റെ ഗവേഷണ രീതികൾ. ഒരു സോഷ്യോളജി വിദ്യാർത്ഥിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സബ്ജക്റ്റാണ്. കാരണം റിസർച്ച് എന്ന് പറയുന്നത് സോഷ്യോളജിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമാണ്. അപ്പോൾ അതിൻ്റെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പുകളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ എന്താണ് റിസർച്ച്, എന്തിനൊക്കെയാണ് റിസർച്ച് ചെയ്യുന്നത്, അതിൻ്റെ രീതികൾ എങ്ങനെയൊക്കെയാണ്, ഇതാണ് ഈ ചാപ്റ്റർ പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നത്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 100% ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് എന്താണ് ഒബ്ജക്റ്റിവിറ്റി, അതേപോലെ തന്നെ എന്താണ് സബ്ജക്റ്റിവിറ്റി. വസ്തുനിഷ്ഠത, ആത്മനിഷ്ഠത എന്ന് പറഞ്ഞാൽ എന്താണ് വസ്തുനിഷ്ഠത എന്ന് പറഞ്ഞാൽ മുൻവിധികളില്ലാതെ നിഷ്പക്ഷമായി വസ്തുക്കളെ മാത്രം അടിസ്ഥാനമാക്കിയ ഒന്നിനെയാണ് വസ്തുനിഷ്ഠത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ഫാക്റ്റ്, ബേസ്ഡ് അപ്പോൺ ദ ഫാക്റ്റ്, നമ്മുടെ സത്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. ഇനി ആത്മനിഷ്ഠത, സബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, അത് വ്യക്തിഗത മൂല്യങ്ങൾക്കും അതേപോലെ തന്നെ നമ്മുടെ മുൻവിധികൾക്കും ഒക്കെ പരിഗണിച്ചു കൊണ്ടുള്ള ഒരു നിലപാടിനെയാണ് നമ്മൾ ആത്മനിഷ്ഠത എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യനാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ, സെൽഫ് റിഫ്ലെക്സിവിറ്റി. അത് സ്വയം പ്രതിഫലനം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. അതായത് സാമൂഹ്യശാസ്ത്രജ്ഞൻ തന്നെയും തൻ്റെ ഗവേഷണത്തെയും മറ്റുള്ളവരുടെ കണ്ണിലൂടെ നോക്കിക്കാണാൻ ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ സെൽഫ് റിഫ്ലെക്സിവിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇത് കൂടാതെ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് ഡോക്യുമെൻറ്റേഷൻ, പ്രമാണവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും. അത് ഗവേഷകൻ എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഗവേഷണം ചെയ്യാനുള്ള എല്ലാ പ്രവർത്തികളും രേഖപ്പെടുത്തുന്ന പ്രക്രിയയാണ്. അത് വളരെ ചാൻസ് ആണ് ചോദിക്കാൻ, പക്ഷേ എന്നിരുന്നാലും നിങ്ങളത് ഓർത്ത് വെക്കുക. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് എന്താണ് ത്രികോണമാപനം എന്ന് പറഞ്ഞാൽ, ട്രയാങ്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും. ഇതൊരു ഷുവർ ക്വസ്റ്റ്യനാണ്. അതായത് ഗവേഷണങ്ങൾ തൻ്റെ ഡാറ്റ ശേഖരിക്കുന്നതിന് ഒന്നിലധികം രീതികൾ ഉപയോഗിക്കുന്ന പ്രവണത, അതായത് ഒന്നിലധികം മെത്തേഡുകൾ ഉപയോഗിച്ച് പഠിക്കുന്ന രീതിക്കാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ത്രികോണമാപനം എന്നുള്ളത് ഉദ്ദേശിക്കുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യനാണ്. ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യനാണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ, പങ്കാളിത്ത നിരീക്ഷണം അല്ലെങ്കിൽ ഫീൽഡ് വർക്ക്. അത് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്, അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചേക്കണം. എന്തൊക്കെയാണ് പങ്കാളിത്ത നിരീക്ഷണത്തിൻ്റെ ഗുണങ്ങൾ? അത് ജീവിതത്തിൻ്റെ സമ്പുഷ്ടവും വിശദവുമായുള്ളൊരു ചിത്രം നമുക്ക് നൽകും. കാരണം നമ്മൾ താമസിച്ചാണ് പഠിക്കുന്നത്. പിന്നെ മറ്റു എല്ലാ ധാരണകളും നമുക്ക് തിരുത്താൻ സഹായിക്കുന്നത്, ഫാക്റ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ രേഖപ്പെടുത്താൻ പറ്റും. അതേപോലെ തന്നെ തൻ്റെ വിഷയങ്ങൾ വരുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാൻ അത് ഗവേഷകനെ സഹായിക്കുന്നു. പിന്നെ വ്യത്യസ്ത സാഹചര്യങ്ങളും പശ്ചാത്തലത്തിലും സ്വാധീനം മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു. പിന്നെ ഇതിൻ്റെ ലിമിറ്റേഷൻ എന്തൊക്കെയാണ്, പരിമിതികൾ, കുറേ കാലമെടുക്കും, മാത്രമല്ല കുറച്ച് അപകടം നിറഞ്ഞതാണ്. പിന്നെ സമൂഹത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. പിന്നെ സ്വാഭാവികമായിട്ടും സാമാന്യവൽക്കരണം അതിൽ സാധ്യമല്ല. പിന്നെ ഫീൽഡ് വർക്കിലൂടെ ലഭിക്കുന്നത് ഗവേഷകൻ്റെ വീക്ഷണമോ ജനങ്ങളുടെ വീക്ഷണമോ എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മുടെ ചിന്തകളായിരിക്കാം, അതല്ല നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു ഗ്രൂപ്പിൻ്റെ ചിന്തകളും ആവാം. ഇതൊക്കെയാണ് പങ്കാളിത്ത നിരീക്ഷണത്തിൻ്റെ പിന്നെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഷുവർ ക്വസ്റ്റ്യനാണ്. പിന്നെ ഡാറ്റകളിലേക്ക് വരുമ്പോൾ എന്താണ് പ്രൈമറി ഡാറ്റ, എന്താണ് സെക്കൻഡറി ഡാറ്റ, ഒരു ക്വസ്റ്റ്യൻ വരാം. എന്താണ് പ്രൈമറി ഡാറ്റ, എന്താണ് സെക്കൻഡറി ഡാറ്റ, പ്രാഥമിക ദത്തങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ്വിതീയ ദത്തങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്. ഇത് നിങ്ങൾ എക്കണോമിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ പുതിയതും മൗലികമായുള്ള ദത്തങ്ങൾ, നമ്മൾ ഫസ്റ്റ് സ്വീകരിക്കുന്ന ഡാറ്റ. ഇപ്പോൾ ഒരാൾ നമ്മൾ ചോദ്യം ചോദിക്കുന്നു, അയാൾ ഉത്തരം പറയുന്നു, അത് നമുക്ക് ഫസ്റ്റ് കിട്ടുന്നതാണ്. എന്നാൽ സെക്കൻഡറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മുമ്പേ കുറേ ഡാറ്റകൾ, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ബുക്കൊക്കെ ലൈബ്രറിയിൽ നിന്ന് എടുത്ത് വായിക്കുന്നത് ഓൾറെഡി ഒരാൾ ചെയ്തു വെച്ചതാണ്. അതായത് മനസ്സിലാക്കിയാൽ മതി. ഫ്രഷ് ആയിട്ട് കിട്ടുന്നത് പ്രൈമറി, ആരെയും ചെയ്ത് വെച്ച് രണ്ടാമത് കിട്ടുന്നത് സെക്കൻഡറി. അത്ര നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഇൻ്റർവ്യൂ. അതായത് ഇൻ്റർവ്യൂയുടെ വ്യത്യസ്ത രീതികൾ അല്ലെങ്കിൽ തരങ്ങൾ, അഭിമുഖത്തിന് വ്യത്യസ്ത തരങ്ങൾ ഏതൊക്കെയാണ്, എന്താണ് അഭിമുഖം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അത് നമ്മൾ ഓറൽ വാമൊഴിയിലൂടെ വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയാണ്. അഭിമുഖം പ്രധാനമായിട്ട് 2 രീതിയിലുണ്ട്. ഒന്ന് സ്ട്രക്ചേർഡ്, മറ്റൊന്ന് അൺസ്ട്രക്ചേർഡ്. ചിട്ടപ്പെടുത്തിയ അഭിമുഖവും ചിട്ടപ്പെടുത്താത്ത അഭിമുഖവും. എന്താ ചിട്ടപ്പെടുത്തിയ അഭിമുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിട്ടപ്പെടുത്തിയ അഭിമുഖത്തിൽ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അത് മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുണ്ടാവും. ആദ്യ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും, അതിൻ്റെ ബേസിൽ ചോദിക്കുന്നു. ചിട്ടപ്പെടുത്താത്ത അഭിമുഖം എന്ന് പറഞ്ഞാൽ എന്താണ്, ചോദിക്കുന്ന ആൾ അയാളുടെ സൗകര്യം പൂർവ്വം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അയാൾക്ക് അറിയാൻ വേണ്ടി മനഃപൂർവ്വം മുന്നേ പ്രിപ്പയർ ചെയ്യാതെയൊക്കെ ചോദിക്കാം. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. പിന്നെ സർവേ ആണ്. സർവേ ആയിട്ട് ബന്ധപ്പെട്ടും ഒരു ചോദ്യം നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. എന്താണ് സർവേയുടെ ഗുണങ്ങൾ അല്ലെങ്കിൽ സർവേയുടെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കാം. ഓക്കെ. ദെൻ ചിലപ്പോൾ സാമ്പിളിംഗ് എറേഴ്സും ചോദിക്കാം. എന്താണ് സാമ്പിളിംഗ് എറേഴ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ചോദിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഭാഗമുണ്ട്, അതും ഇതുപോലെ നമ്മൾ ചെയ്യുന്നതാണ്.
അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നല്ല പ്രിപ്പയർ ചെയ്യുക. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്.